Hi, dear friends. Welcome to our channel, The Kids EduZone. Today, we are going to discuss the chapter Universe, a Great Wonder. Hope you have read the chapter carefully. In this video, we will discuss certain important points in the chapter, then the answers for the portions let us assess, and the extended activities. Okay. Dear friends, if you like this class, please subscribe the channel and share the video to your friends also. Okay. If you have any doubts or suggestions, please drop them in the comment box. Okay. Let's start the class. The first question to be discussed in this chapter or here is, what is solar system? What is solar system? എന്താണ് സൗരയൂഥം? What is a solar system? Yes. The sun, the planets revolving around the sun, their satellites, asteroids, comets, and the dwarf planets are together known as the solar system. അല്ലെ, അതായത് സൂര്യൻ, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, പിന്നെ കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം. ഓക്കെ ആണല്ലോ. What is the next question in this portion? Dear friends, you know the solar system is sun-centered and the sun is a star. Now, what are stars and what are their features? Let's see. Stars are the giant celestial bodies that burn by themselves. They emit heat and light in large quantities. അതായത് സ്വയം കത്തുകയും വലിയ അളവിൽ ലാർജ് ക്വാണ്ടിറ്റീസിൽ എന്ത് ചെയ്യുന്നത്, താപവും പ്രകാശവും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് അഥവാ സെലസ്റ്റിയൽ ബോഡീസ് ആണ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദി ടെക്സ്റ്റ് ബുക്ക് യു ആർ ആസ്ക്ഡ് ടു അറേഞ്ച് ദ പ്ലാനറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സൺ. അതായത് സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, നമ്മളെ പ്ലാനറ്റ്സിനെ, ഗ്രഹങ്ങളെ എന്ത് ചെയ്യുക, ക്രമപ്പെടുത്തുക. അല്ലേ, നമുക്ക് അതായത് ഏതാണ് ഏറ്റവും സൂര്യന് അടുത്തുള്ളത് ആദ്യം എഴുതിയിട്ട് തുടങ്ങാം. അല്ലേ, ഹൗ ക്യാൻ വി അറേഞ്ച് ദം? വിച്ച് ഈസ് ദ നിയറസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ? യെസ്, ഇറ്റ് ഈസ് ദി മെർക്കുറി. ദെൻ ദ വീനസ്. ദ തേർഡ് വൺ ഈസ് ദ എർത്ത്. ദെൻ ദ മാർസ്. ദ നെക്സ്റ്റ് വൺ ഈസ് the Jupiter, then the Saturn, then the Uranus, and the last one is the Neptune. Okay, this is the arrangement on the basis of the distance of planets from the sun. Okay, അതായത് സൂര്യനിൽ നിന്നും ഉള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രഹങ്ങളെ എന്ത് ചെയ്താൽ, ക്രമപ്പെടുത്തിയാൽ ആദ്യം വരുന്നത് മെർക്കുറി അതായത് ബുധൻ, പിന്നെ വീനസ് ശുക്രൻ, അത് കഴിഞ്ഞ് എർത്ത് നമ്മുടെ ഭൂമി, അത് കഴിഞ്ഞോ മാർസ് ചൊവ്വ, അല്ലെ, ദെൻ ജൂപ്പിറ്റർ അതായത് വ്യാഴം, അത് കഴിഞ്ഞ് സാറ്റേൺ ശനി, പിന്നെ യുറാനസ്, ഏറ്റവും ഒടുവിലായിട്ട് നെപ്റ്റ്യൂൺ. ഓക്കെ ആണല്ലോ കൂട്ടുകാരെ. ഇൻ ദീസ് പോർഷൻ വി ഹാവ് സീൻ ദാറ്റ് ദ പ്ലൂട്ടോ ഈസ് എക്സ്പെൽഡ് ഫ്രം ദി സ്റ്റാറ്റസ് ഓഫ് എ പ്ലാനറ്റ് ആൻഡ് ഈസ് now considered as a dwarf planet by IAU. IAU means International Astronomical Union. Here we have a question. What are the conditions set by IAU for a celestial body to be considered as a planet? അതായത് ഒരു സെലസ്റ്റിയൽ ബോഡിയെ, ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കാൻ വേണ്ടുന്ന മാനദണ്ഡങ്ങൾ ഏതൊക്കെ? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. നമുക്ക് എന്തൊക്കെ എഴുതാമെന്നകത്ത് ലെറ്റ്സ് സീ. ഫോർ എ സെലസ്റ്റിയൽ ബോഡി ടു ബി കൺസിഡേർഡ് ആസ് എ പ്ലാനറ്റ്, ഇറ്റ് ഷുഡ് ഹാവ് സ്പെറിക്കൽ ഷേപ്പ്, ഇറ്റ് ഷുഡ് റിവോൾവ് അറൌണ്ട് ദി സൺ, ആൻഡ് it should have its own obstacle free orbit. അതായത് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ, ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടാകണം, സ്ഫെറിക്കൽ ഷേപ്പ്. പിന്നെയോ അത് സൂര്യനെ വലം വെക്കണം, റിവോൾവ് അറൌണ്ട് ദി സൺ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ഒബ്സ്റ്റക്കിൾ ഫ്രീ ഓർബിറ്റ്.
ഒബ്സ്റ്റക്കിൾ ഫ്രീ എന്ന് പറഞ്ഞാലോ തടസ്സമില്ലാത്തതായിട്ടുള്ള ഓർബിറ്റ്, ഭ്രമണപഥം ഉണ്ടായിരിക്കണം അല്ലേ? അതാണ് അതിന്റെ ആൻസർ. ഓക്കെ. In this portion, another point to be discussed is meteoroids. We have a question. It may be asked, what are meteoroids? Meteoroids means ulkagal. Ulkagal എന്താണ് അല്ലേ? Let's see the answer. Meteoroids are the rock fragments of various size which enter into the Earth's atmosphere. അതായത് ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളെയാണ് മെറ്റീറോയിഡ്സ് അഥവാ ഉൽക്കകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? Now let us discuss the portion. Let us assess. What is the first question? Yes. Identify the position of asteroids in the solar system. Position of asteroids between Mercury and Earth, between Earth and Mars, between Mars and Jupiter, between Mercury and Venus. What is the answer? Do you remember the picture of the solar system in your given in your textbook? Okay. Now, where is the asteroid seen? Yes, asteroids are seen in between the Mars and the Jupiter. So the answer is between Mars and Jupiter. Okay. Now the next question. What is the next question? Meteorite fall on Earth is not as frequent as on the Moon. Why? Why it is not so frequent in Earth? Okay, let's see the answer. When they enter into the atmosphere of the Earth, meteoroids burn due to friction with the air. So, meteorite fall and the Earth is very rare. But in the Moon, it is so frequent as the Moon have no atmosphere. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഉൽക്കകൾ പ്രവേശിക്കുമ്പോൾ അവ എന്ത് ചെയ്യുന്നു? ദ ബേൺ ഡ്യൂ ടു ദി ഫ്രിക്ഷൻ വിത്ത് എയർ. വായുവുമായിട്ടുള്ള ഘർഷണം, ഉരസൽ മൂലം എന്ത് ചെയ്യുന്നു? അത് കത്തുന്നു. അങ്ങനെ കത്തിത്തീരുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഉൽക്കയുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് വീഴുന്നില്ല. പക്ഷെ ചന്ദ്രനിലാണെങ്കിലോ, ആസ് ദ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. മൂണിന് എന്തില്ല? നോ അറ്റ്മോസ്ഫിയർ അല്ലെ? അവിടെ അന്തരീക്ഷമില്ലാത്തതിനാൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? മെറ്റീറൈറ്റ്സ് താഴേക്ക് പതിക്കുന്നു. ഓക്കെ. Now we have one more portion in your text, an extended activity. Okay. In that activity, you are asked to collect some data on the contributions of great astronomers in India, including ancient astronomers. For your reference, some details of famous astronomers are given. Okay. Yes. First one, Aryabhatta. Who is Aryabhatta? You know? Yes. Aryabhatta was a prominent astronomer and mathematician in ancient India. He stated that the earth is a sphere and it revolves on its axis and moves around the sun. Aryabhattiyam is his important work. It is believed that his birthplace is Kodungallur in ancient Kerala. It is a controversial fact. Okay. India's first satellite, Aryabhatta, is named in his honor. അല്ലെ? ആര്യഭട്ടനെ കുറിച്ച് നമുക്കറിയാം. ആര്യഭട്ട എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹത്തിന് ആ പേര് നൽകുന്നത് ആര്യഭട്ടനോടുള്ള ബഹുമാനാർത്ഥമാണ് അല്ലെ? അദ്ദേഹം കേരളത്തിലെ കൊടുങ്ങല്ലൂരാണ് ജനിച്ചത് എന്നൊരു വാദമുഖമുണ്ട്. പിന്നീടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഉത്തരേന്ത്യയിലേക്ക് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്താണ് തർക്ക വിഷയമാണ്. ഇങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഓക്കെ. അതാണ് ആര്യഭട്ടനെ കുറിച്ച് പറയാനുള്ളത്. ദ നെക്സ്റ്റ് ഏൻഷ്യന്റ് astronomer is വരാഹമിഹിര. Okay. Varahamihira was one of the 9 germs in the court of King Vikramaditya. വിക്രമാദിത്യ രാജാവിന്റെ രാജസദസ്സിലെ നവരത്നങ്ങളിൽ 9 രത്നങ്ങൾ, പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള 9 പേർ
ആ വിഷയത്തിലും തർക്കമൊക്കെ ഉണ്ട്. പലരുടെയും കാലഘട്ടം പല സമയമാണെന്നൊക്കെ പറഞ്ഞത് പുരാതന കാലത്തെ കാര്യമായതിനാൽ പല വിഷയങ്ങളും തർക്കമാണെങ്കിലും റെഫറൻസിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, 9 gems in the court of King Vikramaditya. Born in Ujjain in Madhya Pradesh, he was a contemporary of the great poet Kalidasa. മഹാനായ കവി കാളിദാസൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആ കാളിദാസന്റെ സമകാലീനനായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, Varahamihira stated that certain forces are behind the fall of objects into earth. അതായത് ഭൂമിയിലേക്ക് വസ്തുക്കൾ പതിക്കുന്നതിന് ചില ബലങ്ങൾ, ഭൂഗുരുത്വാകർഷണമൊക്കെ പിന്നീട് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഹോരശാസ്ത്രം, യോഗയാത്ര, വിവാഹ പടലം, വാതക കന്യക, Brihat Jadakam. These are his notable books. Okay. Then now we have one more scientist or astronomer who is a Nobel laureate. Nobel സമ്മാനം നേടിയ ആളാണ്. ആരാണത്? എസ് ചന്ദ്രശേഖർ അഥവാ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. Who is S. Chandrasekhar? Let's see. Chandrasekhar was born in 1910, October 19, in Lahore, which is at present in Pakistan. After completing his higher education, he became a world famous astrophysicist. His greatest achievement is on the evolution of stars. He found out the limit for a star to become white dwarf, and the limit is later termed as Chandrasekhar limit. അതായത് ചന്ദ്രശേഖർ പരിധി എന്ന് പറയുന്നത്, അതായത് ഒരു നക്ഷത്രം സ്വയം കത്തിത്തീർന്ന് വെള്ളക്കുള്ളന്മാരായി മാറുന്നതിന് എടുക്കുന്ന സമയത്തിന്റെ പരിധി, അതിന്റെ കണ്ടുപിടുത്തമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? പ്രസിദ്ധനാക്കിയത്. അതിനുവേണ്ടി in 1983 he was awarded the Nobel Prize for Physics. He passed away in 1995 August 21st. അല്ലെ, അദ്ദേഹത്തിന് എന്ത് ചെയ്തു? 1983 അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നു. 1995 ഓഗസ്റ്റ് 21 അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു. ഓക്കെ, ഇതാണ് ദീസ് ആർ ദി ഫേമസ് ഏൻഷ്യന്റ് ആൻഡ് മോഡേൺ astronomers in India. Okay, dear students, that's all for now in this chapter. We will meet again with another topic. Then till then, stay safe. Okay, thank you.